ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് സ്ലൈഗോയിലെ മാർക്കറ്റിൽ പോവാണ് കേട്ടോ. അപ്പം എല്ലാ ശനിയാഴ്ചയും രാവിലെ 9 മണി തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഈ മാർക്കറ്റിൻ്റെ സമയം കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് അവിടെ ചെന്നത്. അപ്പോൾ അത്രയും നേരത്തെ അവരവിടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കൊന്നൊരു ഡ്രൈവിനൊക്കെ പോയി കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഈ വഴി ഇങ്ങനെ ഡ്രൈവിന് പോകാൻ. അതും അത്രയും രാവിലെയൊക്കെ നല്ല ഫ്രഷ് ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ അധികം ലേറ്റ് ആകാതെ വേണം പോവാൻ. കാരണം നമ്മൾ ഒരു 11:30 12 ആ ടൈമിലൊക്കെ ചെല്ലുവാണെങ്കിൽ പല സാധനങ്ങളും അപ്പോഴേക്കും തീർന്നു പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം നേരത്തെ ചെല്ലുവാണെങ്കിൽ ഫ്രഷായിട്ട് കുറച്ച് നല്ല പച്ചക്കറികളും മീനും ഒക്കെ നമുക്ക് മേടിച്ചുകൊണ്ട് പോരാം. അവിടെയുള്ള എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓരോ സാധനത്തിനും അതിൻ്റേതായ റേറ്റും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ചിലതിന് നമ്മൾക്ക് വില കൂടുതലായിട്ട് തോന്നും, ചിലതിന് കുറവായിട്ട് തോന്നും. അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ നമ്മൾ നോക്കിയും കണ്ടും ഒക്കെ മേടിക്കുക. മഴയൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അവിടെ കാര്യങ്ങളൊക്കെ കണ്ട് മേടിച്ചിട്ട് പോരാൻ പറ്റും. മഴയൊക്കെ ആണെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാകും കേട്ടോ, കാരണം ഇങ്ങനെ ഓപ്പൺ സ്പേസിലാണ്. പിന്നെ കുറേ സ്റ്റോളുകളുണ്ട് കേട്ടോ, പച്ചക്കറിക്കും ഫ്രൂട്ട്സിനും പിന്നെ ഹെർബൽ പ്ലാന്റ്സിന്, എഗ്ഗ് ഫ്രഷ് എഗ്ഗിന് ഫാം ഫ്രഷ് എഗ്ഗ് ഉണ്ട്. ഇത് പിന്നെ ഹണി കോംബ് അവിടെ കണ്ടായിരുന്നു കേട്ടോ. നല്ല നെക്സ്റ്റ് ടൈം എന്നാലും ഒന്ന് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. പിന്നെ ആണെങ്കിൽ സീ അർച്ചിൻ എന്ന് പറഞ്ഞൊരു എഡിബിളായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഞാൻ കഴിച്ചില്ല. കടൽ ചേനയെന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. നമ്മളാരും കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് അത് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എഡിബിൾ ആണെന്നുള്ളത്. ഒരെണ്ണത്തിന് 5 യൂറോ ആയിരുന്നു. പിന്നെ ഇത് അവിടുത്തെ ഒരു ബേക്കറി സ്റ്റോളായിരുന്നേ. കുറേ ബണ്ണും വെറൈറ്റി ബ്രെഡുകളും പിന്നെ അങ്ങനെ ക്രോസൻസും അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നേ. ഞങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 1-2 സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത സ്റ്റാളിലാണെങ്കിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസിലുള്ള ചീസുകളായിരുന്നേ. ഗോട്ടിൻ്റെ ചീസൊക്കെ കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ചീസുകളൊക്കെ കാണുന്നത്. പിന്നെ ഒരു മീറ്റ് സ്റ്റോൾ ഉണ്ടായിരുന്നു. അവിടെ ബർഗർ പാറ്റീസ്, സ്റ്റേക്ക് പീസുകൾ, പിന്നെ എന്നാ പറയുന്നത് മിൻസ് ബീഫിനുള്ള അങ്ങനത്തെ ആ ഒരു തരത്തിലുള്ളത് അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ആയിരുന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നത്. പിന്നെ ഒരു ഫ്രീ റേഞ്ച് എഗ്ഗിൻ്റെ ഒരു ചെറിയ സ്റ്റോൾ ഉണ്ടായിരുന്നു. അവിടെ ഒരു വലിയ ക്യൂ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ പോയത് ഫിഷ് സ്റ്റോളിലേക്കായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് ജയൻറ്റ് പ്രോൺസ് ഉണ്ടായിരുന്നു, റെഡ് സീബ്രിം, സാൽമൺ ഉണ്ടായിരുന്നു. സാൽമണിൻ്റെ തലയാണ് നമ്മൾ മേടിച്ചത്. പിന്നെ കുറച്ച് നമ്മൾ കണവ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് കണവ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം വലിയ റേറ്റ് കൂടുതലായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല, എന്നാലും ഓക്കെയാണ് കേട്ടോ. നമ്മൾ വല്ലപ്പോഴും വന്ന് മേടിക്കുവാണെങ്കിൽ നമുക്ക് ഫ്രഷായിട്ട് മീൻ കൂട്ടാൻ പറ്റും. പിന്നെ ഒരു കേക്കിൻ്റെ സ്റ്റോൾ ഉണ്ടായിരുന്നു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ത്യൻ ചായ ടീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. ഗോവയിൽ നിന്നുള്ള ഒരു ചേട്ടനായിരുന്നു തോന്നുന്നു കേട്ടോ അത് നടത്തുന്നത്. അവിടെ നമ്മുടെ സമോസ ഉണ്ടായിരുന്നു, പപ്സ് ഉണ്ടായിരുന്നു, മസാല ബോണ്ട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ചായയും അന്നേരം രാവിലെ കഴിക്കാൻ കുറച്ച് സ്നാക്സും ഒക്കെ മേടിച്ച് അവിടെ തന്നെ നമ്മൾ നിന്ന് കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അത്രയും നമ്മൾ നേരത്തെ ചെന്നുകൊണ്ടായിരുന്നു, വലിയ തിരക്കില്ലായിരുന്നേ. പക്ഷേ നമ്മൾ പോരാറായപ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്കായി, ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ അവസാനിപ്പിച്ച് നമ്മൾ വീട്ടിലോട്ട് പോയി. ചെന്നപാടെ എല്ലാവരും വിശന്നിരിക്കുമായിരുന്നു. പിള്ളേർക്ക് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു, അരി തിളപ്പിക്കാനിട്ടു, കപ്പ തിളപ്പിക്കാനും ഇട്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒറ്റ സെറ്റിൽ തീർത്ത് വെച്ചത്. അതിനുശേഷം നമ്മൾ പിള്ളേർക്ക് കഴിക്കാനും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഓരോ പണിയിലോട്ട് കയറിയിട്ടുണ്ട്. മമ്മിയാണെങ്കിൽ മീൻകറിക്ക് വേണ്ട ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ റെഡിയാക്കി. അച്ചായൻ മീനിൻ്റെ തലയൊക്കെ ഒന്ന് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി തന്നിട്ടുണ്ട്. കപ്പ ഊറ്റിയിട്ടുണ്ട്. കപ്പ ഊറ്റി കഴിഞ്ഞപ്പം തന്നെ എല്ലാവർക്കും എനർജി കൂടി, കാരണം വിശപ്പ് അതികലശലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനി മീൻകറി മമ്മി ഒന്ന് റെഡിയാക്കുവാണ്. നമ്മുടെ മീൻകറി വെക്കുന്ന അതേ രീതിയിലാണ് മീനിൻ്റെ തലയും മമ്മി വെക്കുന്നത്. കുറച്ച് ചാറ് നീട്ടിയെടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, കപ്പയൊക്കെ കഴിക്കേണ്ടത് കൊണ്ട്. അധികം നമ്മൾ ചാറ് വറ്റിച്ചെടുത്തിട്ടില്ല. നമ്മുടെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ മീൻകറി വെക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയും. ഇതുണ്ടാക്കി കഴിച്ചിട്ട് മമ്മിയുടെ അഭിപ്രായമാണ് കേട്ടോ നമുക്ക് കേൾക്കേണ്ടത്. മമ്മി ഉണ്ടാക്കിയിട്ട് മമ്മി തന്നെ കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നും ഇല്ല. എന്നാലും മമ്മി അങ്ങനെ എല്ലാ സാധനങ്ങളും ഒന്നും ഒത്തിരി അങ്ങനെ കഴിക്കുന്ന ആളല്ല. നമുക്ക് നോക്കാം മമ്മി എന്നാ പറയുന്നെന്നുള്ളത്.
പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഈ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി മമ്മിയുടെ മുഖത്ത് കുറച്ച് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ടൊക്കെ ഫേഷ്യൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ മമ്മിയെ കളിയാക്കി ചിരിക്കുമായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. കഴിഞ്ഞ സമ്മറിൽ അച്ചാച്ചൻ്റെ പപ്പയൊക്കെ നാട്ടിൽ നിന്ന് വന്നപ്പം നമ്മൾക്ക് ആപ്പിളിൻ്റെ തൈയൊക്കെ വെച്ച് തന്നിട്ട് പോയതാണ് കേട്ടോ. ഇപ്പം നല്ല കായൊക്കെ ആയിട്ടുണ്ട്, കുറേ കായായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഒന്ന് വിളഞ്ഞ് പഴുത്ത് കഴിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ എനിക്ക് ഇന്നത്തോടെ പോയി കിട്ടി. കാരണം ഞങ്ങളെല്ലാവരും കൂടെ കാക്ക ഇത് തിന്നുന്ന കണ്ടിട്ട് ഓടി ഇറങ്ങി വന്ന കാക്ക ഓടിക്കാനെ കൊണ്ട് വന്ന് നോക്കിയപ്പോഴാണ് കുറേ ആപ്പിളുകളെല്ലാം കാക്ക കൊത്തി തിന്നിട്ട് പോയേക്കുന്നു. അപ്പോൾ ഇനി ഇത് പഴുക്കാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഇവൻ അതിന് മുന്നേ തന്നെ ഒരെണ്ണം പറിച്ചു. നോക്കാം നമുക്ക് എന്നാ പൊട്ടാണ് കേട്ടോ, എന്നാലും ഒരെണ്ണം പറിച്ച് നോക്കിയതാണ്. അങ്ങനെ കാക്കയ്ക്ക് കൊടുത്താൽ ശരിയാവത്തില്ലല്ലോ. ഭയങ്കര പുളിയായിരുന്നു, അത് വിളഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട്. കട്ടൻ കാപ്പിക്ക് വെച്ചു, വർത്താനം പറഞ്ഞിരുന്ന് മൊത്തം തിളച്ച് പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും അടുത്ത കയറ്റി കട്ടൻ കാപ്പിക്ക് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കപ്പ കഴിക്കുമ്പോൾ എപ്പോഴും ഈ കട്ടൻ കാപ്പിയാണല്ലോ അതിനൊരു കോമ്പിനേഷന്. അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളെല്ലാം മേശയിലോട്ടൊന്ന് അടുപ്പിച്ചിട്ടുണ്ട്. എല്ലാം വിളമ്പി പ്ലേറ്റിലോട്ട് വെച്ചു. മമ്മിക്ക് ആദ്യത്തെ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാന്ന് മമ്മി പറഞ്ഞു കേട്ടോ. സൂപ്പറാണ്. ഞാൻ പക്ഷെ ആദ്യമായിട്ട് കൂട്ടുക സാൽമൺ എന്ന് പറഞ്ഞ മീനായത്. സൂപ്പറാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത വീഡിയോ കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം ലിജി. ടേക്ക് കെയർ.